വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എങ്ങനെയായിരിക്കും ഇത് രാഷ്ട്രീയമായി പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്നതുകൂടിയുണ്ടല്ലോ. ഇതെന്തായാലും ഒരു അട്ടിമറിയുടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആണ് കോടതി ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ കെ എം മാണിയും UDF-ഉം ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ഒരിക്കലുമില്ല. പിന്നെ ഒരിക്കൽ വേർപിരിഞ്ഞാൽ പിന്നെ അത് ഒരു പുനഃസമാഗമം അല്ലെങ്കിൽ ഒരു പുനരേകീകരണം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ഒരു കാര്യം, ആത്യന്തികമായി ഈ അന്വേഷണം എന്നത് കെ എം മാണി ഈ കേസ് അട്ടിമറിച്ചോ എന്ന മട്ടിലായിരിക്കില്ലല്ലോ പോവുക. കഴിഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഏത് തരത്തിലുണ്ടായി എന്നതിലേക്കായിരിക്കുമല്ലോ. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് നിഷ്പക്ഷമായി നീതിപൂർവമായി അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർഫിയൻസ് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ശ്രീ കെ എം മാണി ഇപ്പം ഏറ്റവും അവസാനം കേരള കോൺഗ്രസ് വെച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ സംതൃപ്തനാകാതെ അദ്ദേഹം CID മൂസയെ വെച്ചൊരു അന്വേഷണം നടത്തി കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ആ CID കയ്യിൽ വെക്കല്ലേ, അത് ഞങ്ങൾ മാധ്യമങ്ങൾക്കും കിട്ടി. അല്ല, ഞാൻ പറഞ്ഞത് ഒരു CID-യെ വെച്ച് അന്വേഷണം നടത്തി, അന്വേഷണ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ആ അന്വേഷണ കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞു നമുക്കറിയത്തില്ല ഇങ്ങനെ. ഞാൻ പറഞ്ഞത് ഇതിന് രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതവുമില്ല. UDF-ന്റെ കാലത്ത് കെ എം മാണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ കെ എം മാണിയെ കുരിശിലേറ്റാനോ UDF ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തതായി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കോടതി ഉത്തരവിലൂടെ വന്നിരിക്കുന്ന ഈ അന്വേഷണം ഉണ്ടല്ലോ, ആ അന്വേഷണം പുതിയ വിജിലൻസ് ഡയറക്ടറാണ് ഉത്തരവിടാൻ പോകുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ സംശയവും ദൂരീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ശ്രീ ആന്റണി രാജു, രാഷ്ട്രീയമായുള്ള ആ ചോദ്യത്തിലേക്ക് താങ്കളിലേക്കും വരികയാണ്. കാരണം ഇത് കുടുക്കിയത് കോൺഗ്രസ് ആണ് എന്ന് ആവർത്തിച്ച് കെ എം മാണിയും ആ പാർട്ടിയും പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. രണ്ട് അന്വേഷണത്തിലും എന്തായാലും കോൺഗ്രസ് പ്രതിസ്ഥാനത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ തെളിവുകൾ, ഈ അന്വേഷണത്തിൻ്റെ ഗതി, കോടതിയുടെ നിലപാട്, ഇതെല്ലാം പോകുന്ന വഴി പരിശോധിച്ചാൽ ഈ കെ എം മാണിയെ രക്ഷിച്ചത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് എന്ന് പറയാവുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ഇത് അതിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, വൈരുദ്ധ്യം ഉണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഘട്ടത്തിൽ ശിക്ഷിച്ചതും കോൺഗ്രസ് തന്നെയാണ്, പിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് തന്നെയാണെന്നുള്ളതാണ് മാണി ഗ്രൂപ്പിൻ്റെ ആരോപണം. കാരണം ആദ്യം മാണി മുന്നണി വിട്ട് പോകുമോ സംശയം കൊണ്ട് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. പിന്നെ കേസിൽ കൊടുക്കിയാൽ എല്ലാം കൂടെ പുറത്തു പോയാലും പിന്നെയും മന്ത്രിസഭ വീഴുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അധികാരത്തിൽ വന്നത് തന്നെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഈ തുടരന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇത് രാഷ്ട്രീയമായി ഈ കേസ് ജനങ്ങളുടെ മുമ്പിലുള്ള സംശയം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കോടതി വിധിയും ശ്രീ സുകേഷിൻ്റെ റിപ്പോർട്ടുമെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിന് തീർച്ചയായിട്ടും അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ശങ്കർ റെഡ്ഡിയുടെ മൊഴിയും സുകേഷിൻ്റെ തുടർ മൊഴിയും ഒക്കെ ഈ കാര്യത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുടെ കാര്യം വെളിച്ചത്ത് വന്നാൽ തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് CP ഉദയഭാനു, ശ്രീ ജോണി നെല്ലൂർ.